ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നിട്ടോ. അല്ല റയ്യോ, ഇന്ന് റയ്യാന് ഇരട്ടി മധുരമാണ് അല്ലേ. ഇന്ന് റയ്യാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ റയ്യോ? എല്ലാവരും വിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് റയ്യാൻ്റെ മറ്റേ 5ലെ റിസൾട്ട് വന്നു പൊതുപരീക്ഷയുടെ അല്ലേ. റയ്യാന് ടോപ്പ് പ്ലസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. മക്കൾക്ക് ടോപ്പ് പ്ലസ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും നമ്മുടെ പാത്തു കേട്ടോ. പാത്തു കണ്ടല്ലേ എല്ലാവർക്കും മിഠായി കൊടുക്കാൻ അല്ലേ. പാത്തു എല്ലാവർക്കും മിഠായി കൊടുക്കല്ലേ. നമ്മളെ വില്ലേജ് 18 വീടുണ്ട് അല്ലേ. അവർക്ക് മിഠായി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ. പാത്തു മക്കൾക്ക് ഈ ടോപ്പ് പ്ലസ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനല്ലേ. എന്താ ഒരാളൊക്കെ ഉണ്ട്. എന്താ ഷനി പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. നല്ല എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഉസ്താദ്മാരാണെങ്കിലും ഉസ്താദൊക്കെ നല്ല മുന്നിൽ കാണിയിട്ട് നല്ല എഫേർട്ട് കൊടുക്കുന്നില്ല. രാത്രി പകലൊന്നുമില്ലാതെ കുട്ടികളെ നല്ല പഠിപ്പിച്ചിട്ടും ഞങ്ങളും നല്ല കഷ്ടപ്പെട്ടിരുന്നു. മക്കളും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് എല്ലാ അമ്മമാർക്കും പറയാനുണ്ടാവും അല്ലേ. മക്കൾ വാപ്പാര് പതിവൊന്നും അറിയണ്ടാവില്ല. വാപ്പാര് രാവിലെ പോവുക, രാത്രി വരിക. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫുഡ് അടിക്കും മക്കളാണല്ലേ. എന്താ റയ്യോ ഇതെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് പ്ലസിന് നല്ല കാര്യം റയ്യോ. നമ്മൾ മദ്രസ പഠിക്കണം എന്തിനാ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം അല്ലേ. പഠിച്ചത് റയ്യോ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നോക്കുക അല്ലേ. ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ റയ്യാനൊന്ന് വിഷ് ചെയ്യുക അല്ലേ. ബർത്ത്ഡേ ടോപ്പ് പ്ലസ് ഒക്കെ ആയിട്ട് അവനാളൊന്നും ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെടുക്കുന്നത് വിഷ് ചെയ്യുക അല്ലേ. പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എക്സാമിന് കൊണ്ട് വേണ്ടിയിട്ട് പൊതുപരീക്ഷ കൊണ്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഉമ്മമാരും ഉസ്താദന്മാരും ദുആ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആവും അല്ലേ. അതെന്താ പറയാനുള്ളത്? അങ്ങനെ നമ്മളെ റയ്യൂനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളെ ചങ്ങരംകുളത്തെ സൂക്കുള്ള റബിലേക്ക് ഒന്ന് കേട്ടാ. ഓന് ടോപ്പ് പ്ലസും ബർത്ത്ഡേയും കൂടി അല്ലേ. അപ്പം രണ്ടും കൂടി ആകുമ്പോൾ ഓന് ആവശ്യപ്പെട്ടതൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങുന്ന ലെവലിലേക്ക് നമ്മളെ ഷോപ്പിൽ വന്നിക്കാണ്. ഓന് ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും വേണ്ട, പ്രത്യേകിച്ചൊന്നും വേണ്ട. റമദാനൊക്കെ അല്ലേ. ഇപ്പോൾ അടുത്ത മാസം പാത്തുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി സെറ്റാക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഇടയ്ക്കാണ് ഈ ടോപ്പ് പ്ലസും കൂടി കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് കൊടുക്കാണ്ടിരുന്നത് അത് മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ഷോപ്പിൽ വന്നിക്കാണ്. അവിടുന്ന് അവന് ആവശ്യപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. നമ്മളൊരു ഡ്രോൺ ഉണ്ടല്ലേ, ആയിരിക്കും ഡ്രോണ്. അപ്പോൾ ഡ്രോൺ മുന്നേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ ഡ്രോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഡ്രോൺ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. തുറക്കാണ്. കുട്ടികളെ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടല്ലേ. ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു ഇത് വരിക അല്ലേ. നമ്മളെന്തായാലും അത് അൺബോക്സ് ചെയ്തു. അത് അങ്ങനെ ഡ്രോണ് പറത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ റയ്യുമോന്. അപ്പോൾ അതിന് അകത്ത് പറത്താൻ നോക്കിയപ്പോൾ സ്ഥലക്കുറവ് കാരണം ഹൈറ്റ് സീലിങ്ങുള്ള കാരണേ നമ്മളത് പുറത്ത് കൊണ്ടുപോയി പറത്താനുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങി ഡ്രോണ് പറത്ത കണ്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊന്തുണ്ട്. നല്ല അടിപൊളി സാധനമായിട്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, റയ്യാനും ഇഷ്ടപ്പെട്ടു. എന്തായാലും റയ്യ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഡ്രോണ് അവന് കുറേ കാലങ്ങളായിട്ട് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് നമ്മളത് സാധിച്ചു കൊടുത്തു. അപ്പോൾ റയ്യാൻ മാത്രമല്ല റയ്യാൻ്റെ ഫ്രണ്ട്സും ഹാപ്പി ആയിരുന്നു കേട്ടോ. രാത്രി ഒരുപാട് സമയം അവർ എല്ലാവരും കൂടി ഡ്രോൺ പറത്തിയാണ് അന്നത്തെ ദിവസം അവർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ റയ്യാനൊന്ന് വിഷ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൂടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.